പെട്ടി മുഴുവൻ പാക്ക് ചെയ്യുന്നതും റെഡി ആവുന്നതും വരെയല്ലേ കണ്ടുള്ളൂ. നമുക്ക് ഇതൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ. രാത്രി 8:30-ക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോഴെങ്കിലും നമുക്ക് എയർപോർട്ടിലെത്തണം. നാട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇമോഷൻ തന്നെയല്ലേ. എത്ര കുറച്ച് കാലത്തേക്കാണെങ്കിലും എങ്ങോട്ടാ പോകുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് യാത്ര പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഗീതുവിനോടും പ്രതുവിനോടും ചെറിയൊരു യാത്ര പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. അവസാന നിമിഷം ധൃതി പിടിച്ച് വാങ്ങിയ ഒരു ക്യാബിൻ സൈസ് ട്രോളർ നല്ല യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് യാത്രയിൽ. അവസാനം ചുരുട്ടി മടക്കി ഈ സൈസാക്കി നമുക്ക് ക്യാബിനിലും വെക്കാം. കയറി സീറ്റ് പിടിച്ച ഉടനെ ഞാൻ നോക്കിയത് മെനു കാർഡിക്കായിരുന്നു. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഡിന്നർ വരുന്നതിന്റെ മുന്നേ എങ്ങനെയെങ്കിലും യുവി ബോയിനെ ഉറക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഈ ഒരു ടോയ്ക്ക് കൊടുത്ത എല്ലാ പൈസയും എനിക്ക് ലാഭമായിരുന്നു. ഇത് കറക്കി വേണമെങ്കിൽ ഒരാളെ ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് യുവി ഉറങ്ങി. സത്യം പറഞ്ഞാൽ ഇത് പ്ലാനിൽ തന്നെയായിരുന്നു നമ്മൾ രാത്രിയുള്ള ഫ്ലൈറ്റ് എടുത്ത്. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ആർമാദമായിരുന്നു. സിനിമ കണ്ടും ഭക്ഷണം കഴിച്ചും ഞങ്ങൾ നല്ലോണം ഈ ഫ്ലൈറ്റ് എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഒരു ക്രീമി ചിക്കൻ സൂപ്പും റോസ്റ്റഡ് ചിക്പിയും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഗ്രിൽഡ് കിങ് ഫിഷും ആയിരുന്നു. മെയിൻ കോഴ്സ് ആയിട്ട് ഒരു ഫ്ലേവേർഡ് റൈസും പ്രോൺസ് കറിയും അടിപൊളിയായിരുന്നു. ഷാപ്പാടെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോക്ക് ഒമാൻ സമയം രാവിലെ 5:50 നമ്മളിവിടെ ലാൻഡ് ചെയ്തു. ഇവിടെ നമുക്ക് 9 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിക്കൂറിന് നമ്മളൊരു ട്രാൻസിറ്റ് ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മൊത്തം യുവി ബോയ് ഉറങ്ങി സഹകരിക്കാൻ തീരുമാനിച്ചൊരു ദിവസമായതുകൊണ്ട് നമ്മൾ 3 പേരും ഒരു 3-4 മണിക്കൂർ നല്ല പൂക്കുറ്റിയായി കിടന്നുറങ്ങി. പിന്നെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. മസ്കറ്റിൽ നിന്ന് 3:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇന്ത്യൻ സമയം കൃത്യം 8 മണിക്ക് നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. ഈ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ശരിക്കും മലപ്പുറത്താണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മലപ്പുറം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് വിളിക്കാത്തത്? നമ്മൾ മലപ്പുറം കരുത് അങ്ങനെ വിട്ടുകൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിരുന്നപ്പോക്ക് നമുക്കിവിടെ ലാൻഡ് ചെയ്യാനായി. പെട്ടിയൊക്കെ കളക്ട് ചെയ്ത് പുറത്തെത്താൻ വേണ്ടി യുവിയുടെ അമ്മമ്മയും വെല്ലച്ചനും അച്ചച്ചയും അച്ചമ്മയും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടും എനിക്ക് മതി വരാത്തൊരു കാഴ്ചയായിരുന്നു. ഡെയിലി ഇനി വീഡിയോ കോൾ വഴി കണ്ടിട്ടാണോ അതോ ഇനി അച്ചമ്മേനെയും അമ്മമ്മേനെയും തിരിച്ചറിഞ്ഞതാണോ യുവിക്ക് യാതൊരു പരിചയക്കേടും ഉണ്ടായിരുന്നില്ല. ഞാനും വിഷ്ണു ഒപ്പം വന്നത് ഇവർ അറിഞ്ഞോന്നാവോ, യുവിയിലായിരുന്നു മുഴുവൻ ശ്രദ്ധ. അപ്പൊ അടുത്ത കുറച്ച് ദിവസം നമ്മൾ എന്തായാലും നാട്ടിലുണ്ടാവും. വഴിയെന്നൊക്കെ വെച്ച് എന്നെ കാണുകയാണെങ്കിൽ ഒരു ഹായ് പറയാൻ മറക്കരുത് കേട്ടോ.